ഒരു സ്ഥലത്ത് പോകുന്ന വഴിയാണ് ഈ ബോർഡ് അപ്രതീക്ഷിതമായി കണ്ടത്. കൂവക്കുടി പാലം, വെള്ളനാട് കഴിഞ്ഞ് കൂവക്കുടി പാലം കഴിഞ്ഞാണ് ഈ സംഭവം നമ്മൾ കണ്ടത്. മണൽ വിൽപ്പനയ്ക്ക് വെള്ളനാട് കഴിഞ്ഞ് കൂവക്കുടി പാലം. അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോയപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ഇവിടെ മണൽ അവർ ആറ്റിൽ നിന്ന് വാരി അത് കഴുകി എടുക്കുന്ന ഇതാണ് കാണുന്നത് നിങ്ങൾ. അതായത് കഴുകി അരിച്ച് വരുന്നതാണ് ആ മെഷീനിൽ കാണുന്നത്. ഇവിടെ ഹിറ്റാച്ചിക്ക് അവർ മണൽ വാരി മെഷീൻ കഴുകുന്ന സ്ഥലത്തേക്ക് അവരെടുത്തിരിക്കുകയാണ്. ഇപ്പുറ സൈഡ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് അവർ മണലും വെള്ളവും കൂടെ അടിച്ച് അതിൻ്റെ അകത്ത് നിറയ്ക്കുകയാണ്. ആ പൈപ്പിൽ കൂടെ വരുന്നത് മണലും വെള്ളവും എല്ലാം കൂടെ ചേർന്നാണ്. ഇത് അരിച്ച് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ്. ഇപ്പോൾ നമ്മളവിടെ കയറിയതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ്. വീട് പണിക്ക് വേണ്ടി അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ട 80 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. വില അങ്ങനെയാണ് പറഞ്ഞത്. ടൺ കണക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു കുട്ട 80 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഹിറ്റാച്ചി കൊണ്ട് അവർ വലിച്ച് കഴുകുന്ന സ്ഥലത്തോട്ട് ഇടുന്നു. കഴുകുന്ന സ്ഥലത്ത് നിന്ന് അവർ മെഷീൻ വഴി കഴുകി വൃത്തിയാക്കി ഒരു സ്ഥലത്ത് കൂട്ടുന്നു. മണ്ണിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ മണ്ണിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യാനും തയ്ക്കാനും കെട്ടാൻ നല്ല ബലം കിട്ടുന്നത് ഈ മണ്ണ് തന്നെയാണ്. അല്ലാതെ പതുക്കെ മണ്ണിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പുകൾ വിടും. കമ്പികളുടെ ഇടയിലൊന്നും ഈ മണ്ണ് കയറും. നല്ല സൂപ്പർ മണല്. സാധാരണ നമുക്ക് എല്ലാവരും നമ്മള് എം സാൻഡും പി സാൻഡും ഒക്കെ വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാവരും വീടും നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി പൂക്കുടി പാലത്തിന്റെ അടുത്ത് തന്നെ നല്ല മണൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉപയോഗിക്കുക. വീടിന്റെ ആയുസ് നിലനിൽക്കുക. ആവശ്യം പോലെ മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. മണൽ കഴുകുന്ന മെഷീൻ ഇതാണ്. ബാക്കിൽ മണൽ ഇട്ടിട്ട് അത് കഴുകി വേസ്റ്റ് വെള്ളം ബാക്കിൽ പോയിട്ട് കഴുകിയ മണ്ണ് ഇവിടെ വന്ന് സ്റ്റോറാവുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങൾ ഒന്ന് അപ്പുറത്തായിട്ട് സ്റ്റോറാവുകയാണ്. പല സ്ഥലത്തുമായിട്ടാണ് ഈ മണ്ണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ള മണ്ണ് ഇഷ്ടംപോലെ എത്ര വേണം അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ണിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടേണ്ടതാണ്. ഫുൾ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇതെവിടെയാണ് സ്ഥലം എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും എന്ന് വിളിച്ച് അന്വേഷിക്കുക.